ഈ റൗണ്ടിന്റെ പേര് ലിങ്ക് ഓഫ് ദി ലിങ്ക്. എല്ലാവർക്കും വന്ദനം. എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഈ മുഹൂർത്തം നീ ഇവിടെ നിൽക്കൂ ഞാനിപ്പോ വരാം എന്ന ചലച്ചിത്രത്തിന്റെ സമഗ്ര സംഭാവനകൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. I am very happy that I got an award for you stay, I'll come. You stay here, I will come. I'll come. സമഗ്ര സംഭാവന ടീച്ചർ വിളിച്ചു കംപ്ലീറ്റ് ചാരിറ്റി. മൈ കംപ്ലീറ്റ് ചാരിറ്റി. ഏതോ കൂടി സ്കൂളിൽ പഠിച്ച ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കഴിവ് തെളിയിച്ച ബോംബെ ഡോൺ, ദംഷറാട്സിൽ കഴിവ് തെളിയിച്ച ബാംഗ്ലൂർ ഡോൺ. ആവേശം 6 നമ്പർ. ഷർഫുക്ക് ഇവരെ എങ്ങനെയാണ് കാണുന്നത്? ഒരു മത്സരപതി എങ്ങനെയാ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനുള്ള ഒരു ശ്രമം? ഒരു കൊല്ലം ശേഷം എല്ലാരും ജൻസിയാണല്ലോ. വസന്താണോ നീ? നെസ്ലിൻ ഈ ലൈനപ്പുകളുടെ ആളുകളെടുത്ത് പലപ്പോഴും ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ വിചാരിച്ചു മറ്റേത് അല്ല, ഷർഫുക്ക് ഇപ്പൊ വരുത്തലുണ്ടായിരുന്നപ്പോഴും അത്ര സ്റ്റൈലിഷ് ആയിട്ടൊന്നല്ല ചേട്ടനെ കാണിച്ചത്. ആര് പറഞ്ഞു? ബാച്ചലർ പാർട്ടിയിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷർഫുക്കിനെ ആയിരിക്കും കാണാൻ പറ്റുക. എന്തായിരിക്കും? ഞങ്ങളൊക്കെ ഉള്ളത് ചിലപ്പോ ഒന്ന് കൊറേ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ചെറിയൊരു ടാസ്ക് ഉണ്ട്. അതായത് ഇതൊരു സാങ്കല്പികമായിട്ടുള്ള ടാസ്ക് ആണ്. ഈ സംഗീതന്റെ നസ്ലിൻ ഈ ടീമില് സംഗീത ഒരു ഡയറക്ടറാണ്, നസ്ലിൻ ഒരു നടനാണ്. ഇവരുടെ സിനിമ ആയിട്ടുള്ള നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോ വരാന്നുള്ള സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എനിക്ക് കിട്ടാൻ അപ്പൊ ഇദ്ദേഹം സ്പീച്ച് പറയാണ്. സന്തോഷം കൊണ്ട് ഓസ്കാറിന്റെ സ്പീച്ച് മലയാളത്തിൽ പറയാണ്. അത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അടിപൊളി. കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടി നമ്മൾ ഓൾറെഡി സ്പീച്ച് പറഞ്ഞാൽ മതി, വായിച്ചാൽ മതി. ഇവര് പറയും നിങ്ങൾക്കുള്ള ഗിഫ്റ്റും ഇവർക്കുള്ള പണിഷ്മെന്റും. ഇവര് പറയും അത് നമുക്ക് വായിക്കാൻ പറയും. തുടങ്ങിക്കോ നസ്ലിൻ, തുടങ്ങിക്കോ. റോഷനാണ് ക്യാപ്റ്റൻ. ഡയറക്ടർ സർ അഭിനയ ജീവിതം നസ്ലിനാണ് പറയുന്നത്. വായിക്കാൻ പാടൊന്നുമില്ല മലയാളം. അല്ല അത് മനസ്സിലായി, പക്ഷെ ഇത് എഴുതി വെച്ചേക്ക് നോക്ക്. എല്ലാവർക്കും വന്ദനം. എന്റെ അഭിനയ ജീവിതത്തിലെ പറയുമ്പോ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതല്ലേ ഒരു പാരഗ്രാഫ് ഉള്ളൂ. ഓരോ സെന്റൻസ് വെച്ച് പറയാം. എല്ലാവർക്കും വന്ദനം. എല്ലാവർക്കും വന്ദനം. മോർണിംഗ് ഓൾ. എന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഈ മുഹൂർത്തം നീ ഇവിടെ നിൽക്കൂ ഞാനിപ്പോ വരാം എന്ന ചലച്ചിത്രത്തിന്റെ സമഗ്ര സംഭാവനകൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. ഒന്നുകൂടെ പറയായോ? മലയാളം തന്നെ പറയാം. I am very happy that I got an award for you stay, I'll come. You stay here, I will come. I'll come. This is എന്താ പറയാ, സമഗ്ര സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ വിളിച്ചു സമഗ്ര സംഭാവന ചാരിറ്റി. സമഗ്ര സംഭാവന എന്ന് പറയണോ? അതിന് കംപ്ലീറ്റ് ചാരിറ്റി. മൈ കംപ്ലീറ്റ് ചാരിറ്റി. ഏതോ കൂടി സ്കൂളിൽ പഠിച്ച ഞാനല്ല. അടുത്ത വരി അത് മതിയില്ലേ? അവരത് നന്നായി ചെയ്തു.
ഓക്കെ പക്ഷെ ആ മൂവിയുടെ ടൈറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട് അത് പറഞ്ഞു. പഴയതാണല്ലോ. ഓക്കെ, അടുത്തത് വളരെ വളരെ രസമുള്ള ഒരു റൗണ്ടാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കുറച്ചുകൂടി എൻഗേജ് ചെയ്ത് കളിക്കാൻ രസമായിട്ടുണ്ട്. ഞങ്ങളുണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾ തന്നെ പറയണ്ടേ. പക്ഷെ ഇത് രസമുള്ള നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. അതുകൊണ്ട് വാ. ഓക്കെ, ഓക്കെ, അപ്പൊ ഫോണിൽ ഉത്തരവുണ്ടായിരുന്നു. ഇല്ല. അപ്പൊ ഈ റൗണ്ടിന്റെ പേര് ലിങ്ക് ഓഫ് ദി ലിങ്ക്. അതായത് കോമൺ എലമെന്റ് ഉള്ള രണ്ട് സിനിമകളുടെ വൺ ലൈനുകൾ ഞങ്ങൾ പറയും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾ പുലിയെ പിടിക്കാൻ ഒരു നാട്ടിൽ വരുന്നു, അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാകുന്നു. രണ്ട് പടം പറയാം ഞാൻ, രണ്ട് പടം പറയും. ഇപ്പൊ അച്ഛനെ കൊന്ന ആള്, അച്ഛനെ കൊന്ന പുലിയെ പിടിക്കാൻ വരുന്ന ആൾ, അപ്പൊ രണ്ട് പടങ്ങളായി. അപ്പൊ രണ്ട് വൺ ലൈനേഴ്സ് ഉണ്ടാവും, രണ്ട് പടം ഉണ്ടാവും. രണ്ട് പടത്തിന്റെ പേര് നിങ്ങൾ പറയണം. ഓക്കെ, രണ്ട് പടത്തിന്റെ പേര് പറയുന്നവരായിരിക്കും. നിങ്ങൾ രണ്ട് വൺ ലൈനും മിക്സ് ചെയ്താണ് പറയുന്നത്. രണ്ട് വൺ ലൈൻ രണ്ട് സെന്റൻസ് ആയി പറയും. രണ്ട് പടങ്ങളും നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ല. അല്ലല്ല, ഒരു ലൈൻ ഒരു പടം, വേറെ ലൈൻ വേറെ പടം. ശരി, ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് അല്ല നമ്മൾ ഗെയിം ആണ് കേട്ടോ. ഒഫീഷ്യൽ ട്രയൽ ഒന്നും വേണ്ടല്ലോ. കാര്യം മനസ്സിലായില്ലേ? പെട്ടെന്ന് തീർക്കാം. പെട്ടെന്ന് തീർക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞോട്ടെ. കാമുകനെ കാണാൻ വന്ന് ലോഡ്ജിൽ ട്രാപ്പ് ആകുന്ന നായിക. ഓക്കെ, ഒന്ന്. കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി വീട്ടിൽ സൈക്കോക്കൊപ്പം ട്രാപ്പ് ആകുന്ന നായിക. ബെല്ലടിച്ചാൽ മാത്രം ആദ്യത്തത് അടിവപ്പേരെ കൂട്ടമണി. കാമുകനെ ഹോസ്റ്റലാണ്. കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി വീട്ടിൽ ഒരു പടം കൂടി ഉണ്ട്. പിന്നെ രണ്ടാമത് കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി വീട്ടിൽ സൈക്കോക്കൊപ്പം ട്രാപ്പ് ആവുന്നതായി. വീട്ടിലൊരു സൈക്കോ ഉണ്ട്. അത് പിന്നെ സൈക്കോ ആയി മാറുന്നല്ലേ. ഇത് ഒളിച്ചോടാൻ നിൽക്കുക, കാമുകനെ ഒളിച്ചോടാൻ നിൽക്കുക. ഇത് ഭയങ്കര കാമുകനൊപ്പം അല്ലേ? അർജുനന്റെ അതല്ല, വുൾഫല്ല. ഇതൊന്നും കഥയൊന്നുമല്ല, ക്ലൈമാക്സ് പറയണേ. അല്ല, കഥയല്ല, അതിന്റെ ഒരു എലമെന്റ് മാത്രമേ പറയുള്ളൂ. നമ്മള് ഇങ്ങനെ ആയിരുന്നില്ല റൂൾസ് ആൻഡ് റെഗുലേഷൻ. സീൻ പറയുന്നുണ്ട്. അടുത്തത് പുഴയിൽ ഇറങ്ങി ലൂണാർ ചെരുപ്പ് കഴുകി വരുന്ന നായകൻ. പുഴയിൽ വാറ്റുചാരായം ഒളിപ്പിക്കുന്ന നായകൻ. അപ്പൊ ഇത് അസാധുവായി. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. അല്ല, പക്ഷെ ഞങ്ങൾ ബെല്ലടിച്ച ആദ്യം. അതിൽ കഥയില്ല. മൊത്തം ചോദ്യം കഴിഞ്ഞിട്ട് ഉത്തരം പറയാൻ പാടുള്ളൂ. ചെറിയ വാശിക്കാണല്ലോ. ഒരു മാർക്ക് ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ആക്സിഡന്റ് പറ്റി ഹെഡ്ലൈറ്റ് തെറിച്ചു പോകുമ്പോൾ മരിക്കുന്ന നിത്യ മേനോൻ. ബൈക്ക് ഇടിച്ച് പടത്തിന് നടുക്ക് മരിക്കുന്നത് ലാലേട്ടൻ. ബാംഗ്ലൂർ ഡേയ്സ് സുഗമോ ദേവി. ഇവര് മൂവി തന്നെ അടിപൊളി. അടുത്തത് രാവിലെ അധ്യാപകനും രാത്രി ATM കവർച്ചക്കാരനുമാവുന്ന നായകൻ. രാവിലെ പോലീസും രാത്രി കള്ളനുമാവുന്ന നായകൻ. റോബിൻഹുഡും രാവിലെ പോലീസും രാത്രി കള്ളനും. മൂവി അഡിക്ഷൻ ആ കാലത്ത് കുറച്ച് കുറവാണ്. രാവിലെ പോലീസും രാത്രി കള്ളനുമാകുന്ന നായകൻ. രാവിലെ പോലീസ് രാത്രി കള്ളൻ. റോബിൻഹുഡും കൂമൻ. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കഴിവ് തെളിയിച്ച ബോംബെ ഡോൺ. ദംഷരാഡ്സിൽ കഴിവ് തെളിയിച്ച ബാംഗ്ലൂർ ഡോൺ. ആവേശം 6 നമ്പർ. ചർച്ചയും ചെയ്യുന്നില്ല. അടുത്തത് ഇതിന്റെ ഈ റൗണ്ടിന്റെ അവസാനത്തെ ചോദ്യം കുറച്ച് ടഫാ. സിനിമയിൽ ഡാൻസ് നമ്പർ ഉള്ള കൊടൂര വില്ലന്മാരെ തീർക്കാൻ അന്ധനായി അഭിനയിക്കുന്ന ഡാൻസ് മാസ്റ്റർ. മലയാളം ഫേമസ് ആയ പടം. വില്ലന്മാരെ തീർക്കുക, കൊടൂര വില്ലന്മാരെ തീർക്കാൻ അന്ധനായി അഭിനയിക്കുന്ന നായകൻ. പറഞ്ഞു രണ്ട് പടം. ചെസ്. മറ്റേ പടം കേട്ടില്ല.
ദിലീപ് ഡാൻസ് മാസ്റ്റർ അല്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏത് പടത്തില്? അതില് ഡാൻസ് ദിലീപ് ഡാൻസ് മാസ്റ്റർ ആണ്. അമ്മയല്ലേ ഡാൻസ് മാസ്റ്റർ? അല്ല, ദിലീപ് ഡാൻസ് മാസ്റ്റർ. ദിലീപ് ഡാൻസ് കൊറിയോഗ്രഫി ചെയ്യുന്നുണ്ടല്ലോ ഭാവനനെ. കറക്റ്റാ. അല്ല ആദ്യത്തെ മറ്റേത് മറ്റേ പടം സിനിമയിൽ ഡാൻസ് നമ്പറുള്ള കൊടൂരവില്ല. സിനിമയിൽ ഡാൻസ് അത് ഭയങ്കര യൂണീക്കാ. ഒറ്റപ്പെടെയുള്ള ഒറ്റപ്പടമുള്ളൂ അങ്ങനെ. ഒറ്റ നമ്മുടെ അറിവിലൊക്കെ ഒറ്റപ്പടമാണ്. ഞാൻ ക്ലൂ ആണോ? സൈലൻസ്. മറ്റേ സുരേഷ് ഏട്ടൻ ലാപ്ടോപ്പ് എടുത്ത് എറിയും. അയ്യോ സത്യമേവ ജയതേ. Yes! രക്ഷേട്ടൻ ഇപ്പൊ കിട്ടിയില്ലേ ലിങ്ക് ഓഫ് ദ ലിങ്ക്. Yes, yes, yes. അപ്പൊ ഈ റൗണ്ടിൽ ആരാ winner? ഞങ്ങള് അത് ഡാൻസർ ആണല്ലോ. വിന്നറായിരിക്കുന്നത് ഷർഫുൽ ടീമാണ്. പക്ഷെ അവരാണ് ബെല്ലടിച്ച് ഉത്തരം പറഞ്ഞത്. ബെല്ലടിച്ച് ഉത്തരം പറഞ്ഞത് അവരാ. ലാസ്റ്റ് ചോദ്യത്തിന് ഉത്തരം പറയണവരാണോ? ഓക്കെ, അപ്പൊ നസ്രിൻ, പൊതുവിൽ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി ഹിറ്റ് ആവുന്ന സമയത്ത് ഇപ്പൊ AI വെച്ചിട്ട് ഇപ്പൊ സംഗീത്, നസ്ലിൻ, ഹാഷിർ, അതുപോലെ നിങ്ങളുടെ ഈ ടീം ഉണ്ടല്ലോ സന്ദീപ്, അപ്പൊ ഇവര് സാഗറിനെ സാഗർ ഇവരെ നിങ്ങളെ 4 പേരും വെച്ചിട്ട് ഇപ്പൊ പണ്ടത്തെ പടങ്ങളിലേക്ക് തന്നെ AI ക്രിയേറ്റഡ് വേർഷൻസ് വരാറുണ്ട്. ഇപ്പൊ മണിച്ചിത്രത്താഴ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഹരിയർ CID മൂസ ക്രിയേറ്റ് ചെയ്യുക. സോ നിങ്ങൾ ഈ പരസ്പരം അങ്ങോട്ട് നിങ്ങൾ 4 പേരാണ് പലപ്പോഴും അടുത്തൊരു പ്രധാനപ്പെട്ട പ്രതിഭകളൊക്കെ ആയിട്ട്. സൗബിനൊക്കെ വരാറുണ്ട് കട്ടപ്പയ്ക്ക്. അപ്പൊ നിങ്ങള് ഇവരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആസ് കോമ്പറ്റീറ്റേഴ്സ്? അങ്ങനെ ഇവരുടെ ഒരു വളർച്ച, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടോ നിങ്ങളുടെ ഇടയിൽ? അല്ല, ഹെൽത്തി കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ എന്നാലേ നമുക്കും ഇപ്പൊ നമുക്ക് സന്തോഷമാണ് ഇത് കാണുമ്പോ. ആക്ച്വലി നമുക്കും ഒരു മോട്ടിവേറ്റഡ് ആവും, നമ്മൾക്കും എന്തെങ്കിലും ചെയ്യണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം വളരെ ഹാപ്പിയാണ് ഞങ്ങൾ. ഈ പറഞ്ഞ എല്ലാവരും തന്നെ, സാഗറൊക്കെ ഞാൻ കുരുതി സമയത്ത് ഞങ്ങള് ഏകദേശം ഒരു സാഗറൊക്കെ അതിനേക്കാളും മുമ്പ് തുടങ്ങിയതാ ടെലിവിഷനൊക്കെ ഒക്കെ ആയിട്ട്. അപ്പോ എല്ലാവർക്കും ഇപ്പോ നല്ലൊരു ഫ്യൂച്ചറും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ എല്ലാവരും തന്നെ അല്ല, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. പക്ഷെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഒരു രസം തോന്നാല്ലേ? നല്ലല്ലേ? അതെ. ഇപ്പൊ ഇവരുടെ ഒരു വളർച്ച ഉണ്ടല്ലോ. ഇപ്പൊ പ്രേമം കുറെ യങ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കൊണ്ടുവന്നു. ഇവര് 4 പേരും ഇപ്പൊ ഞാൻ പറഞ്ഞ യങ്ങിലോട്ട് വരുന്നു. ഇപ്പൊ ബേസിലിനെ പോലെയുള്ള ആളുകൾ ഇവരുടെ കൂടെ കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി കട്ടക്ക് പിടിച്ച് വെയിറ്റ് ഒക്കെ കുറച്ച് നിൽക്കുന്നു. ഷർഫുക്ക് ഇവരെ എങ്ങനെയാണ് കാണുന്നത്? ഒരു മത്സരബുദ്ധി എന്താണ് അസൂയക്ക് പറയാനുള്ള കാര്യം? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് ഇവര് ഏറ്റവും പുതിയ ജനറേഷനല്ലേ സിനിമയില്. അപ്പൊ ഇവരുടെ ഒരു നോളജും ഇവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാധ്യതകളും ഇപ്പോഴത്തെ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു, അസൂയ തോന്നാറുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞ അസൂയ എന്ന് വെറുതെ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞ ഇവരുടെ ഒരു എന്താ പറയാ, ഇവരെ ഇപ്പോഴത്തെ ജെൻസി, ഇപ്പൊ ഞാനിപ്പോ ഹാപ്പി വെഡിങ് ചെയ്യുന്ന ആ സ്പേസിലല്ലേ ഇവര് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഹാപ്പി വെഡിങ് ഒക്കെ ഭയങ്കര വൈബ് മൂവിയാണ്. അതെ, അല്ല ഞാൻ പറഞ്ഞ ആ സമയത്തിന്റെ ഇപ്പോഴത്തെ ആൾക്കാരാണ് അവര്. ജെൻസി. അതെ, ജെൻസി വൈബ് എങ്ങനെയുണ്ട് ഷർഫിക? ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ? ജെൻസി, എല്ലാരും ജെൻസി അല്ലേ? സംഗീത ജെൻസി ആരോപണങ്ങളെ എങ്ങനെയാ നോക്കി കാണുന്നത്? കണ്ട പറയില്ലെങ്കിൽ ഞാൻ ജെൻസി അല്ലാന്നൊക്കെ. എങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനുള്ള ഒരു ശ്രമം? പോടാ ഏജൻസി ഒരു കൊല്ലം 1997 to 2012 വരെ. 97 ശേഷം എല്ലാരും ജെൻസി ആണല്ലോ. 32 ആയി. വസന്താണോ നീ? 32 ഒക്കെ ഇവന്റെ ഈ സിറ്റുവേഷൻഷിപ്പ്, ബെഞ്ചിങ്, ഗ്യാസ് ലൈറ്റിംഗ്, അതിനെ പറ്റിയിട്ട് വേർഡ്സ് അറിയാം, പക്ഷെ ഇതിനൊന്നുള്ള പ്രയോഗിക്കാൻ പറ്റിയില്ല. ഇതൊന്നും സിറ്റുവേഷൻഷിപ്പ്, ഗ്യാസ് ലൈറ്റിംഗ് അതൊക്കെ അറിയാലോ. എനിക്കറിയാൻ പാടില്ല, ഞാൻ ഗ്യാസ് ലൈറ്റിംഗ് എന്നുവെച്ചാൽ നമ്മൾ ഒരാളോട് ഭയങ്കര നീ ചെയ്തു, നീ എന്നെ ചതിച്ചു. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അതാണോ ഗോസ്റ്റിംഗ് ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യാത്തൊരു കാര്യം ചെയ്തത് നിങ്ങളാണ്. എന്നിങ്ങനെ പറഞ്ഞ് എന്നെയാണ് നിങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴേ ചേട്ടന്റെ കാമുകി ടോക്സിക് ആണെന്ന് വിചാരിക്കുക.
പക്ഷെ ചേട്ടനാണ് ടോക്സിക് എന്ന് കാമുകി പറഞ്ഞ് ചേട്ടനെ ധരിപ്പിക്കും. അപ്പൊ ചേട്ടൻ അങ്ങനെ ചേട്ടൻ അത് വിചാരിക്കും, വിശ്വസിക്കും. "Okay, ശരിയാണ്, ഞാനൊരു ടോക്സിക് ആണ്." ഗ്യാസ് ലൈറ്റ് അത് gas light. ഇതൊരു വലിയൊരു കോഴ്സാണ്, ഇത് കുറെ ഇത് gas light വലിയ അല്ല course ജെൻസി ഈ വഞ്ചനയൊക്കെ കോഴ്സാണെന്നാണ് ജെൻസി ടേംസ് ഒരു വലിയൊരു നെസ്ലിൻ ഈ ലൈനപ്പുകൾ ആളുകളെടുത്ത് പലപ്പോഴും ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഏറ്റവും ഫൈൻ ലൈനപ്പുള്ള ആള് ഇപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേതിന്റെ എത്ര പേരുണ്ട് ബെല്ല് കളിച്ചു. അല്ല ആ ലൈനപ്പ് അല്ല, നസ്ലിന്റെ ലൈനപ്പ് പടങ്ങളുടെ വരുന്നു. ഇപ്പൊ സൂര്യയുടെ കൂടെ പടം വരുന്നു, അമൽ നീരത്തിന്റെ ബാച്ചലർ പാർട്ടി 2 പ്രധാനപ്പെട്ട വരുന്നു. ഇപ്പൊ ഈ പടം അത് ഞാനുണ്ട്. അതെ അതെ അതങ്ങനെ ഒറ്റയ്ക്ക് അഭിനവിന്റെ പടം ചെയ്യുന്നു. അതെ, ഈ ലൈനപ്പ് ഇതൊരു പ്രഷറായിട്ട് രൂപപ്പെടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനിയും സക്സസുകൾ ഡെലിവറി ചെയ്യണം അങ്ങനെ. ഇതെല്ലാം സക്സസ്സുകളാവട്ടെ. ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന എന്താ ക്രിയേറ്റേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഒത്തിരി, ഈ അമലേട്ടൻ്റെ ഒക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് തുടക്ക സമയത്തൊക്കെ. എന്തെങ്കിലും ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും, പാസിംഗ് ആണെങ്കിൽ പോലും എനിക്ക് അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് സാധിച്ചു വരട്ടെ. ഷറഫൊക്കെ ഇപ്പൊ വരുത്തലുണ്ടായിരുന്നപ്പോഴും അത്ര സ്റ്റൈലിഷ് ആയിട്ടൊന്നല്ല ചേട്ടനെ കാണിച്ചത്. ആര് പറഞ്ഞു? എടാ, പൊളിയായിരുന്നു. അല്ല ആ സ്റ്റൈലില്ല. ഇപ്പൊ ബാച്ചലർ പാർട്ടിയിലൊക്കെ സ്വാഗ്, swag look. ബാച്ചലർ പാർട്ടിയിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷറഫിനെ ആയിരിക്കും കാണാൻ പറ്റുക. എന്തായിരിക്കും? കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ഉള്ളത് ചിലപ്പോ ഒന്ന് കൊറേ സ്പോയിലേഴ്സ് ഇല്ലാതെ ഒന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും പ്രകാരമായിരിക്കും വളരെ കരിയറിൽ ചെയ്ത ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് ആയിരിക്കും ബാച്ചലർ പാർട്ടി? ഒന്നും നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല. നമ്മളങ്ങനെ വളരെ പൊളിയായിരിക്കും ഞാനൊന്ന് പറയാൻ പറ്റില്ല. ഞാൻ പക്ഷെ ഇന്നലൊക്കെ ഏതോ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു. ഞാനും നസ്ലിനും മറ്റേ ഞങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങളുടെ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും, ബാക്കിൽ ഇരിക്കുമായിരിക്കും. അപ്പൊ അമലേട്ട ഫ്രണ്ടിൽ ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. എല്ലാവരും ഭയങ്കര ഒരു ഫാമിലി ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങള് വളരെ എൻജോയ് എൻജോയ് പടമാണ്. അപ്പൊ നമുക്കത് വെയിറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ ഫൈനലി മോളിവുഡ് ടൈംസ് എന്ത് രീതിയിലാണ് മലയാള സിനിമയ്ക്ക് ഒരു ആഡ് ഓൺ ആവണമെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ. ഇപ്പൊ പ്രേമം കുറെ പുതിയ ടാലൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആവേശം എന്താ പറയാ, ഒരാളുടെ സ്വാഗില് കുറെ വേറൊരു വേൾഡിനെ തന്നെ കാണിച്ച പടമാണ്. പ്രേമൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള രണ്ടുപേരെ ഡിയോ തമാശക്ക് ഇപ്പോഴും റെലവൻസ് ഉണ്ടെന്ന് കാണിച്ച ഒരു ഏരിയയാണ്. അപ്പോൾ ആ വിധത്തിൽ മോളിവുഡ് ടൈംസിൽ എന്തായിരിക്കും ആഡ് ഓൺ? എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സിനിമ അല്ലെങ്കിൽ സിനിമ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള കുറച്ചും കൂടി കണ്ടന്റ് ഞാൻ കണ്ടേക്കുന്നത് തമിഴ് സിനിമകളിലായിരിക്കും. അത്തരത്തിൽ അങ്ങനെ ഒരു കൊമേഴ്ഷ്യലി ഒരു മെയിൻ സ്ട്രീം ഹീറോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഫിലിം മേക്കർ, മെയിൻ സ്ട്രീം കമ്പനി എല്ലാം ചേർന്നിട്ട് ഒരു സിനിമ ട്രൈ ചെയ്യുന്നതിൻ്റെ എല്ലാ ഗുണവും മോളിവുഡ് ടൈംസിനുണ്ടാവും. അതിലും നന്നായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. അത് തന്നെയാണ്. അല്ല, ശരിക്കും ഷറഫ് പറഞ്ഞ പോലെ ഇപ്പോൾ കുറെ പേർക്ക് കുറെ ഇവന്റ്സ് ആണെങ്കിലും റിലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ പല സ്ഥലത്തും കണ്ട ഒന്നല്ലെങ്കിൽ മറ്റൊരിത് കുറെ പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാനും കുറെ പേർക്ക്. അതെ, അത് പറഞ്ഞപ്പോ ഈ നമ്മളുടെ ഈ ഡയറക്ടർ അഭിനവാണ്, ആള് ഒരു ഭയങ്കര ഒരു സിനിമാമോഹിയാണെന്ന് ആളുടെ ഇന്റർവ്യൂസ് കണ്ടാൽ മനസ്സിലാവും. ആള് ഒരു മൂവി എഴുതുന്നത് തന്നെ ഒരു ആർട്ടിസ്റ്റിനെ മൈൻഡിൽ വെച്ചിട്ടാണ്. ഇപ്പൊ ഇതിലാണെങ്കിലും നസ്ലിനെ മൈൻഡിൽ വെച്ചിട്ടാണ് ആൾ ഈ ഒരു മൂവി എഴുതിയത്. ഇപ്പൊ തന്നെ അതാണ് ഓർക്കുന്നത്. അല്ല, എന്റെ അടുത്തും പറഞ്ഞ അങ്ങനെയല്ലേ. എന്നെ ഒരു വിളി വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇതില് ചിലപ്പോ ഒരു പരിപാടി ഉണ്ടാവുമായിരിക്കും, ഞാൻ ഒരു ഐഡിയ വെച്ച് പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ ശരി താങ്ക് യു എന്ന് പറഞ്ഞു. ഉറപ്പില്ലാട്ടോ ഒന്നും കൂടി പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സസ്പെൻസിൽ എടുത്തിയാണ് പുള്ളി എഴുതിക്കൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കഥാപാത്രത്തിൽ ഞാൻ എവിടെയും സാറ്റിസ്ഫൈഡ് അല്ലാന്ന് പറഞ്ഞു. അല്ല അങ്ങനെയല്ല, വളരെ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു. തൃപ്തി ഉണ്ട്. അല്ല എനിക്ക് അല്ലെ ഹാപ്പിയാണ്. അല്ലെ കണ്ടവരാണ്. അല്ല ഞാൻ കണ്ടിട്ടുള്ള. ഓ അങ്ങനെയാണോ? അതെ, പക്ഷെ അത് ഒരു യുണീക്ക് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അല്ലേ, ഞാൻ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ ആള് നമ്മളുടെ മുകുന്ദനുണ്ണി ആണെങ്കിലും ഒരാളെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ടായിരുന്നു ആ കഥ എഴുതിയത്. സോ നസ്ലിനെ വെച്ചിട്ട് ഇത് എഴുതണമെങ്കിൽ ആൾക്ക് അത്രയും ഒരു ഇഷ്ടം നസ്ലിനോട് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു കൺവിക്ഷനെ പറ്റി നസ്ലിൻ എന്താ ഫീൽ ചെയ്തത്? തീർച്ചയായിട്ടും ഇപ്പൊ ഉറപ്പായിട്ടും ഇത് പുള്ളി ഈ സിനിമ ഞാൻ ചെയ്യില്ലായിരുന്നെങ്കിൽ നടക്കില്ല എന്നൊക്കെ ചിലപ്പോ വെറുതെ ആയിരിക്കും. പക്ഷെ ഉറപ്പായിട്ടും എന്നെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ആരോ വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സിനിമയാണ്. പക്ഷെ എനിക്ക് ഈ എന്റെ കരിയറിൽ ഞാൻ ചെയ്തതിൽ
ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറുമാണ്, ഒരു കഥാപാത്രമാണ്. അപ്പോ അതിന് ബെല്ലടിക്കാലല്ലേ. എനിക്കൊരു ചാലഞ്ച് ആയിരുന്നു. ചാലഞ്ച് അല്ല, എന്റെ കരിയറിലൊരു എടുത്തു പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് ഒരു റിഗ്രറ്റ് തോന്നാത്ത അല്ലെങ്കിൽ ഹാപ്പി ആവുന്ന ഒരു സിനിമയായിരിക്കും. ആ സിനിമ ഞാൻ ആ സമയത്ത് ചെയ്തല്ലോ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് മലയാളത്തിൽ ഓർമ്മ വരുന്നത് ഉദയനാണ്, ഇതെല്ലാമാണ്. ഈ സിനിമയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നുണ്ട് ഇതൊരു പുതിയൊരു സിനിമയായിട്ട്, അല്ലെങ്കിൽ പുതിയൊരു നറേഷൻ, പുതിയൊരു നെറേറ്റീവ് സ്റ്റൈല് ഇതിലുണ്ട്. അപ്പം ഇതിന് ശേഷം അങ്ങനത്തെ ഒരു മോളിവുഡ് പറയട്ടെ, ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരട്ടെ, അങ്ങനത്തെ ഒരു ജേണർ വരുമ്പോൾ. സംഗീതനെ നമ്മൾ ഈ ഒരു ജേണി പോലെ ഇതേ മെയിൻ ക്യാരക്ടറുടെ പോലത്തെ ഒരു ജേണിയിൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലിറ്റിൽ മിസ് റൗത്തറിന്റെ പ്രീമിയർ നടക്കുമ്പോൾ അവിടെ എഡിറ്ററായിട്ട് ആളുകളുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി നിൽക്കുന്ന സംഗീതനെ കണ്ടിട്ടുണ്ട്. സിനിമകൾ ഓണാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഗീതനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നായക നടൻ വരെ ആവുന്നു. അപ്പൊ ഈ പടത്തിലുള്ള പോലെ ഒരു സക്സസ് ആണ് ഇതിന്റെ പടത്തിന്റെ ഗ്രാഫിങ്, അത് ഏകദേശം അനുഭവിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് സംഗീത്. അപ്പൊ ആ രീതിയിൽ ഈ പടം എത്രമാത്രം ഹാർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമയാണ്. ഞാനിത് ഷർഫിക്ക് പറഞ്ഞ പോലെ തന്നെ കുറേ നാൾ മുമ്പാണ് അഭിചേട്ടൻ ഇങ്ങനെ 1 വർഷമൊക്കെ മുമ്പാ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നീ ചെയ്യൂ എന്നൊക്കെ ചോദിച്ചാൽ എന്താണെന്ന് പോലും പറയണു, ഒരു പരിപാടി ഉണ്ടെന്നേ പറയുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡയറക്ടറുടെ ഇതിൽ പിന്നെ അവനും അന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പടത്തിൽ എന്തായാലും പാർട്ടാവണമെന്ന് അന്ന് തുടങ്ങിയുള്ള ഒരു ആഗ്രഹമാണ്. സിനിമ ഞാൻ ഫുൾ സ്ക്രിപ്റ്റും ഒക്കെ അഭിചേട്ടൻ ഒരു പ്രാവശ്യം പറഞ്ഞതാ. ഇപ്പോഴും കുറേ പരിപാടികളൊക്കെ കണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഒരു പ്രൗഡായിരിക്കും, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ചെയ്യാത്ത പരിപാടികളായിരിക്കും. പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കും ഇത് തന്നെ തോന്നിയത്, പുതിയ നെസ്ലിനെ ആൾക്കാർക്ക് എന്തായാലും ഇതിനകത്ത് കാണാൻ പറ്റും. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടാവുമായിരിക്കും എന്ന് തോന്നുന്നു. അതൊക്കെ കെടിയാണോ? ഭാവിതത്തിൽ മലയാളത്തിന് ഒരു പ്രൗഡ് പ്രോഡക്റ്റ് ആയി മാറട്ടെ മോളിവുഡ് ടൈംസ്. 4 പേരുടെ നേരത്തിന് ഒരുപാട് നന്ദി. സിനിമ വലിയ വിജയമാവട്ടെ. താങ്ക് യു. ഗെയിമിന് താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.